അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ദന്തേലി ഗോകർണ വ്ലോഗ് ഫൈനൽ പാർട്ടിക്ക് വലിയൊരു സ്വാഗതമുണ്ടേ. അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് റെഡിയായി നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ സമയം 5-6 മണിയാവാറായി. നമ്മൾ പോവുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് റൂമൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയൊരു സത്യം മനസ്സിലാക്കുന്നത് ഗൈസ്. നമ്മൾ രാവിലെ എത്ര മണിക്കാ 4 മണിക്ക് അലാറമൊക്കെ വെച്ച് നീറ്റ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. വണ്ടിയുടെ എന്തായിരുന്നു, ലിവറോ കിഡ്നിയോ എന്തോ പോയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. എത്തിക്കി ഈ സ്ഥലത്തിന് ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയായിട്ട് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ദോശയും പൂരിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ പോയത് മിർജാൻ ഫോർട്ടിക്കാണ്. മിർജാൻ ഫോർട്ടിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഉത്തര കന്നഡ ജില്ലയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ മിർജാൻ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ കുരുമുളക്, അടയ്ക്ക, വെടിയുപ്പ് ഇതൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത് ഈ ഒരു മിർജാൻ ഫോർട്ടിൽ വെച്ചിട്ടാണെന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ചെങ്കല്ല്, അതായത് വെട്ടുകല്ല് അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു കല്ല് കൊണ്ടാണ് ഈ കോട്ട കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി അവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ഒരു കോട്ടയ്ക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. നമുക്ക് എവിടെയും കയറി നിൽക്കാനൊരു തണലൊന്നുമില്ല. ഫുള്ളിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തണൽ കുറവായിരുന്നു. വെയിലാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു സ്ഥലം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൂടെയൊക്കെ നടന്ന് ഓരോന്നും കണ്ടിട്ടുണ്ട്. ഈ കാണുന്നതിനൊക്കെ ഓരോ ചരിത്രങ്ങൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാത്തത്. തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഇനി വെയിലായതുകൊണ്ടാണോ എന്ന് അറിയില്ല, കുറേ പേരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വെട്ടുകല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രങ്ങളുടെ പഴക്കമുള്ളൊരു കോട്ട. എത്രയോ കാലം പിന്നിട്ടു അല്ലേ. ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ചുമരിക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, ഓരോന്നും ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ താമസിച്ചിരുന്നതൊക്കെ ഓരോ കെട്ടിടങ്ങളായിരിക്കും. എന്തോ കാലങ്ങൾ കഴിഞ്ഞൊക്കെ തകർന്നിട്ടും ഇടിഞ്ഞിട്ടും പോയിട്ട് ഇപ്പോൾ അവിടെ അതിൻ്റെ കല്ലുകൾ പോലും അവശേഷിക്കണില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് കോട്ടയുടെ പരിസരത്തായിട്ട് നമ്മൾ കണ്ടൊരു പ്രതിഷ്ഠയാണ്. എന്താണ് പ്രതിഷ്ഠ എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ വന്നിട്ട് പൂജയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിരുന്നു. ഇവിടെയാണ് നമുക്ക് സത്യത്തിൽ കുറച്ച് തണൽ കാണാൻ കഴിഞ്ഞ കേട്ടോ. അവിടെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അധികം പഴക്കമൊന്നും തോന്നുന്നില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു കിണർ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മോൾവശം ആകെ ഗ്രില്ലിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കവേർഡായിട്ട് സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളൊരു കിണറായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഈ ഒരു കിണറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാനുള്ള കുറച്ച് സ്റ്റെപ്പുകൾ, ഇത് ഇറങ്ങിപ്പോയിട്ടായിരിക്കും ഒരുപക്ഷെ ഒന്ന് വെള്ളം എടുക്കുന്നുണ്ടാവുക. ഇതെന്താ മറ്റേ പത്മാവതിയോ? അത് നമ്മുടെ ദിയമോളുടെ കണ്ടുപിടുത്താണ് കേട്ടോ. ആ ഒരു തണലിൽ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ പ്ലേസസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രപരമായിട്ടുള്ള സിനിമകളുണ്ടല്ലോ, തെലുങ്ക്, മലയാളം, അതിലൊക്കെ നമ്മൾ മൂവീസിൽ സെറ്റ് ഇടില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ക ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് കാണുമ്പോൾ നമ്മൾ പറയുമായിരുന്നു ഷേക്സ്പീരിയൻ ഡ്രാമാസിലുള്ള ആ ഒരു സ്റ്റേജ് സെറ്റിംഗ് ആണ് നമുക്ക് തോന്നണത് എന്നുള്ളത്.
ഇത് കോട്ടയുടെ ഏകദേശം അവസാന ഭാഗമാണ്. ഇതിൻ്റെ അപ്പുറം പറമ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്, തെങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇത് അതിൻ്റെ ചുറ്റുമതിലാണ്. ഇതോട് കൂടിയിട്ട് ഈ ഒരു കോട്ടയുടെ ഭാഗം അവസാനിക്കുകയാണ്. അങ്ങനെ ആ വെയിലത്ത് കോട്ടയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണേ. This is Hiba, guys. Hiba. She's married. Main ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നേരെ വിട്ടത് നമ്മുടെ ഗോകർണയിലെ കുഡ്ലെ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഗോവയ്ക്ക് ട്രിപ്പ് പോയിരുന്നു. എനിക്ക് ഗോവ വെച്ച് നോക്കുമ്പോൾ ഈ ഗോകർണയിലെ ബീച്ചുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടോ. ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണെന്ന് എനിക്ക് പ്രത്യേകം എടുത്ത് പറയണം. പിന്നെ പ്രത്യേകം ഈ ഒരു ബീച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഞങ്ങൾ കുടിച്ചൊരു ലൈം ജ്യൂസിന് 90 രൂപയായിരുന്നു ഗൈസ് വില. അതിൽ ഞങ്ങൾക്ക് നല്ല കുറ്റബോധമുണ്ട്. പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾക്കത് കുടിക്കണം തോന്നി, കുടിച്ചു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി. 90 രൂപയ്ക്ക് വേറെ എന്തൊക്കെ മേടിച്ച് തിന്നായിരുന്നു എന്നുള്ളത്. എല്ലാ ബീച്ചിലും എന്താണ് അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓം ബീച്ചായിരുന്നു. ഇവിടെ ഓം ബീച്ച് എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കടകളുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സുകൾ. ഒരുപാടുണ്ട് കേട്ടോ. മുത്തും ശംഖും അതുപോലത്തെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ. ഇവർ നന്നായിട്ട് വില പറയും. ഓം ബീച്ചിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് കൊടിൽ ബീച്ച് പോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബീച്ചാണ് ഓം ബീച്ച്. ഓം ബീച്ചിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വേസ്റ്റ് കൊടുന്നിട്ടിട്ടുണ്ട് ആളുകൾ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഭംഗിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കാനും അതുപോലെ നമുക്കൊന്ന് കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ തിരക്ക് കുറവാണ്. നമുക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് ഇരിക്കാനും നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഒരു ഒഴിഞ്ഞ ഏരിയയിൽ പോയിട്ട് സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരാൾക്ക് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് 400 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ബോട്ടിൽ കെട്ടിയിട്ട് നമ്മളങ്ങ് വലിച്ചു കൊണ്ടുപോകും. കടലിൻ്റെ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഇങ്ങ് കറക്കും കേട്ടോ. അത് കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അത്ര ദൂരമൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ടാവും. ഞങ്ങളൊക്കെ നന്നായി ആർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഉപ്പുവെള്ളമൊക്കെ ഒരു മുഖത്തേക്ക് തെറിച്ചിട്ട് ആർക്കൊന്നുമുണ്ട്. പക്ഷേ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു വട്ടമെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണത്.
അങ്ങനെ ഓം ബീച്ചും കൂടെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച അതേ സ്ഥലത്തു നിന്നാണ് രാത്രിയും ഫുഡ് കഴിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിലൊക്കെ പോയി ദേഹം നിറച്ച് ഉപ്പുവെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മുടെ ദന്തേലി ഗോകർണ ട്രിപ്പിലെ ലാസ്റ്റത്തെ സപ്പറാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് മുരുഡേശ്വർ ടെമ്പിളിലേക്കാണ്. മുരുഡേശ്വർ ടെമ്പിളിൻ്റെ സൈഡ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഏകദേശം ഒരു പുലർച്ചെയൊക്കെ ആയിട്ടുണ്ട്, 12 മണിയോടെ അടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് തോന്നും ചെറിയൊരു വിഗ്രഹമാണെന്നുള്ളത്, നമുക്ക് ദൂരം നിന്ന് നോക്കുമ്പോൾ അടുത്താണെന്നൊക്കെ തോന്നും. പക്ഷേ മൊത്തം 19 പടികൾ കയറിയിട്ട്, അതായത് 19 നിലകളാണ് ഇതിലുള്ളത്. ഇത് കയറിയിട്ട് മുകളിൽ നിന്നൊരു വ്യൂ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റിയില്ല. എന്ത് തന്നെ ആയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഇത് മൊത്തം 19 നിലകളാണ് കേട്ടോ, 19ഓ 18ഓ നിലകളാണ്. ലിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇത് കൂടെ കയറിയിട്ടാണ് നമ്മൾ ആ ഒരു വിഗ്രഹം കാണുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ബീച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റർ പറയുമായിരുന്നു, ഈ ബീച്ചിൽ കുറച്ച് മുന്നേ ഏതൊക്കെ കുട്ടികളും അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനും കൂടെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. നമ്മൾ യാത്ര തിരിക്കുകയാണ്. ബാഗൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പോയത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുലർച്ചെ ആയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് റെസ്റ്റിംഗ് റൂമിലേക്കാണ്. അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ നേരെ കയറിയിരുന്നു. ഞാൻ എന്തിന് ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തു, എന്തിനിത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മെമ്മറീസാണ്. നമുക്ക് കുറേ കാലത്തിന് ശേഷം നമുക്ക് കാണാൻ, നമുക്ക് ഓർക്കാൻ, നമുക്ക് സന്തോഷിക്കാനുള്ള കുറേ നല്ല ഓർമ്മകൾ. അതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ ഇടുന്നത്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ടയേർഡാണ്, ഉറക്കവും അതുപോലെ തന്നെ യാത്രയും ഒക്കെ ആയിട്ട്. പക്ഷെ എന്നാൽ പോലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ഈ ഒരു ദന്തേലി ഗോകർണ വ്ളോഗ് ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ എല്ലാവരിനോടും ഒരുപാട് സ്നേഹം അറിയിക്കണു. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കൂ. അപ്പോൾ ബൈ.